അതെ, ആദ്യം പോലെ ഞാൻ ഒരു ഇച്ചിരി വിശേഷം പറയട്ടെ. അശോകേട്ടൻ്റെ അടുത്ത് പറയാനുള്ള എന്തറിയോ, ഒരു വലിയ താങ്ക്സാ. എന്നാന്നറിയോ, നമ്മുടെ അച്ചുവിനെ ആ വളർത്തിയ രീതി എന്നാ നല്ല കൊച്ചാ ചേട്ടാ. ടച്ച് വിട്, ശരിക്കും ആ ക്രെഡിറ്റ് അപ്പനും അമ്മയ്ക്കും കിട്ടാനുള്ളതല്ലേ ഞാൻ സംസാരിച്ചത്. സത്യം. അച്ഛനെ ഞങ്ങളങ്ങ് ദത്തെടുത്തു കേട്ടോ, ഉള്ള സത്യം പറയാ. ഞാൻ എടുത്തില്ലല്ലോ, എന്റെ ഏട്ടൻ എടുത്തു. കാരണം അവന്റെ പെരുമാറ്റം, അവന്റെ രീതി. കഴിഞ്ഞ ദിവസം അശോകന് ഒരിക്കലും ചിരിക്കാറില്ലെന്നൊരു പരിഭവം ഉണ്ടായിരുന്നു. അപ്പൊ അവനിങ്ങനെ പറഞ്ഞു, അച്ഛൻ എവിടെങ്കിലും പോയി ചിരിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അശോകൻ അവനെ വന്നിട്ട് ഫോട്ടോ, അശോകന്റെ കല്യാണ ഫോട്ടോ കാണിച്ചു കൊടുത്തു. അത് ചിരിച്ചു. അതുപോലെ ഞാൻ ചോദിച്ചു എങ്ങനെ ചിരിക്കാനെന്ന്. സ്റ്റേജിൽ ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ ഞാൻ ഇറങ്ങുകയാണ്. അച്ഛാ എവിടെ പോവാ ഇങ്ങനെ ചോദിക്കുള്ളൂ. ഞാനൊരു ഫംഗ്ഷൻ ഉണ്ട്. എന്ത് ഫംഗ്ഷൻ? കോളേജിലാണ്. അവിടെ പോയി സ്റ്റേജിൽ ഒന്ന് ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കണം. അവിടെ ഞാൻ എങ്ങനെ ഇരിക്കണമെന്നാ നീ പറയണ? അമ്മയുടെ അച്ഛൻ്റെയും കല്യാണം കഴിഞ്ഞുള്ള ഫോട്ടോ ഉണ്ട്, അതിൽ ചിരിച്ചിരിക്കുന്നുണ്ട്. അതുപോലെ ചിരിക്കണം. അതിൽ ചിരിച്ചിരിക്കണ ചിരിക്കാൻ പറഞ്ഞു. ഞാൻ എന്റെ പൊന്നുവൻ എന്റെ അവസാനത്തെ ചിരിയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അത് ഇവരത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയാൻ കാരണം മിനിയാന്ന് വരവിന്റെ ഇതുണ്ടായിരുന്നു. അപ്പൊ അവിടെ ഒരു കൊച്ചു കുട്ടിയായിട്ടിരുന്നേ, അവൻ എന്ത് രസം, ഭയങ്കര രസം. അത് ഭയങ്കര വൈറലായത്. ഞാനത് പറഞ്ഞു. കൊച്ചിനെക്കാട്ടിലും അച്ഛനോട് ഒരു ഇപ്പോഴും ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ അതിനെക്കാട്ടിലൊക്കെ ഉപരി എനിക്ക് പറയാനുള്ള അച്ഛനും അമ്മയ്ക്കും ആ ക്രെഡിറ്റ്. താങ്ക് യു വെരി മച്ച്. ഇത്രയും നല്ലൊരു കുഞ്ഞിനെ ഞങ്ങക്ക് തന്നേന്, അത് പറയാതിരിക്കാൻ ഒക്കെ. അതല്ല, വേറൊരു കാര്യം എന്താ ഇവിടെ ചോദിക്കാനുള്ളത്, ഭയങ്കര കൗതുക അശോകേട്ടാ. ഇപ്പൊ ഇറങ്ങുന്ന സിനിമയല്ലേ തന്നെ മോഹിനിയാട്ടം അല്ലേ, ഈ പിന്നെന്തുവാ ഭരതനാട്യം, ഈ പിന്നെ ഇപ്പൊ നിങ്ങളുടേത് ഓട്ടം തുള്ളൽ. അതന്നെ കലയോട് ഇഷ്ടം, അതോ നൃത്തത്തോട് ഇഷ്ടം, പാട്ടിനോട് എന്താ അത്? അങ്ങനെ നൃത്തത്തോട് എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷെ ഓട്ടം തുള്ളൽ എന്നുള്ള പേര് കഴിഞ്ഞിട്ടാണ് അവര് സെക്കൻഡ് പാർട്ട് ഉണ്ടാക്കുന്നത്, മോഹിനിയാട്ടം എന്ന് പേരിട്ടതും. അതെ, ഞാനാ ഫസ്റ്റ് ഇട്ട്. ഭരതനാട്യം എന്നുള്ള പേര് ആക്ച്വലി അവരിട്ടു. അത് കഴിഞ്ഞ് ഞാൻ ഓട്ടം തുള്ളൽ ഇട്ടപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് ഡയറക്ടർ അൻവർ റഷീദ് പറഞ്ഞു, എടൂ ആ പടം ഭരതനാട്യം എന്ന് പേരിട്ടിട്ട് ആ പടം തിയേറ്റർ അത്ര ഇതായില്ലേ. ഞാൻ പറഞ്ഞു പിന്നീട് OTT വന്നപ്പോൾ ഭയങ്കര ഹിറ്റായി. അപ്പോൾ ജനത്തിനൊരു പൾസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഓട്ടം തുള്ളൽ ഇരുന്നത്. അത് കൊള്ളാമെന്ന് പറഞ്ഞു. അതിന്റെ ഒരാഴ്ച കഴിഞ്ഞപ്പോ ഇവര് മോഹിനിയാട്ടം അനൗൺസ് ചെയ്തു. അപ്പൊ ഞാൻ സൈജു ഗ്രൂപ്പിനോട് പറഞ്ഞു, പൂച്ചുപുടിയും കൊണ്ട് വരരുതെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവർ രാസലീലാന്ന് ഇപ്പൊ അടുത്ത പേരിട്ടിരിക്കുന്നത്. ഇതിനോടൊക്കെ എന്നാ അഭിപ്രായം പറയാനുള്ളത്? അല്ല, അതൊക്കെ അവരൊരു വിശ്വാസം പിന്നെ പടത്തിന് ചേരുന്നൊരു പേരുമായിരിക്കും. അതുകൊണ്ടായിരിക്കും കഥ ബേസ് ചെയ്തിട്ടിടുന്ന ചേച്ചി. അത് ഓട്ടൻ തുള്ളൽ എന്നാണ് ശരിക്കും ആ കലാരൂപത്തിന്റെ പേര്. ഞാൻ ഓട്ടം തുള്ളൽ എന്നിട്ടിരിക്കുന്നത്. അയ്യോ, ജീവിതം ഒരു ഓട്ടവും തുള്ളലുമാണല്ലോ, ആ കൺസെപ്റ്റ്. ഇനി മോഹിനിയാട്ടത്തിന്റെ മൂന്നാം ഭാവം എന്ന് വരുന്നൊരു വന്നോട്ടെ. കാരണം തിയേറ്ററിൽ ആള് വരുന്ന അത്രയും നല്ലതല്ലേ. ചിലപ്പോ ദൈവം അറിഞ്ഞായിരിക്കും അത് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മോഹിനിയാട്ടം ഓടാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച് ഞാനാ. സൈജുനോട് എപ്പോഴും പറയുന്നത്.